നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇടനിലക്കാരില്ലാതെ മഞ്ഞൾ സംഭരണം സംവിധാനമൊരുക്കാൻ കൃഷി വകുപ്പ്. കേരളത്തിൽ മഞ്ഞൾ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതിനും ഇടനിലക്കാരില്ലാതെ മഞ്ഞൾ സംഭരിക്കുന്നതിനും സംവിധാനമൊരുക്കാൻ കൃഷി വകുപ്പ്. ഇതിനായി മഞ്ഞൾ അനുബന്ധ വ്യവസായ മേഖലയിലെ പ്രമുഖ കമ്പനിയുമായി മന്ത്രി ചർച്ച നടത്തി. ഉയർന്ന ഗുണനിലവാരമുള്ള മഞ്ഞൾ ഉൽപ്പാദിപ്പിക്കുന്നതും കൃഷിയിടങ്ങളിൽ നിന്ന് നേരിട്ട് സംഭരിക്കുന്നതും വഴി കർഷകർക്ക് മികച്ച വില ലഭ്യമാക്കാനാകുമെന്ന് മന്ത്രി പറഞ്ഞു. ഗുണനിലവാരമുള്ള മഞ്ഞൾ ഉൽപ്പാദിപ്പിക്കാൻ കർഷകർക്ക് കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ പരിശീലനം നൽകും. ഗുണനിലവാരവും മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന കുർക്കുമിൻ്റെ അളവുമനുസരിച്ച് ഉയർന്ന വില കർഷകർക്ക് ലഭ്യമാക്കാനാകുമെന്ന് സിന്തറ്റിക് പ്രതിനിധികളും പറഞ്ഞു. കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഗുണമേന്മയുള്ള വിത്തുകൾ നൽകും. ഫാർമൽ പ്രൊഡ്യൂസിംഗ് ഓർഗനൈസേഷനുകൾ വഴിയാണ് സംഭരണം. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം ജില്ലകളിലാണ് പദ്ധതി നടപ്പിലാക്കുക. കേര ക്ലൈമറ്റ് റെസിലിയൻസ് ആൻഡ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഉൽപ്പാദന സംഖ്യ വഴിയാണ് ഇത് പ്രാവർത്തികമാക്കുന്നത്. സിന്തറ്റിക് പ്രതിനിധികൾ സംസ്ഥാന വില നിർണയ ബോർഡ് ചെയർമാനും അഡീഷണൽ ഡയറക്ടറും ജില്ലാ കൃഷി ഓഫീസറും ഡെപ്യൂട്ടി ഡയറക്ടർമാർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. മഞ്ഞൾ വെറും ഒരു കറിക്കൂട്ടല്ല, അത്ഭുതകരമായ ആരോഗ്യ ഗുണങ്ങളാണ് ഈ മഞ്ഞളിനുള്ളത്. ഇന്ത്യൻ അടുക്കളകളിലെ അവിഭാജ്യ ഘടകമായ മഞ്ഞൾ കേവലം ഒരു സുഗന്ധവ്യഞ്ജനമല്ല, മറിച്ച് ഔഷധ ഗുണങ്ങളുടെ ഒരു കലവറ തന്നെയാണെന്ന് ആരോഗ്യ വിദഗ്ധർ. മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന കുർക്കുമിൻ എന്ന സംയുക്തമാണ് ഇതിനെ ആരോഗ്യദായകമാക്കുന്നത്. വീക്കം കുറയ്ക്കുന്നു. ശരീരത്തിനുള്ളിലെ വിട്ടുമാറാത്ത വീക്കങ്ങൾ കുറയ്ക്കാൻ മഞ്ഞളിന് സാധിക്കുമെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ആർത്രൈറ്റിസ്, സന്ധിവേദന, കുടലിലെ വീക്കം, PCOS തുടങ്ങിയ മെറ്റബോളിക് പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഏറെ ആശ്വാസം നൽകും. യൗവനം നിലനിർത്തുന്നു. മഞ്ഞൾ ഒരു ശക്തമായ ആൻറ്റി ഓക്സിഡൻ്റാണ്. ഇത് ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളെ നശിപ്പിക്കുകയും കോശങ്ങളുടെ നാശം തടയുകയും ചെയ്യുന്നു. ചർമ്മത്തിലുണ്ടാകുന്ന കേടുപാടുകൾ കുറയ്ക്കാനും തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തി വാർദ്ധക്യ സഹജമായ മറവി രോഗങ്ങളെ തടയാനും സഹായിക്കുന്നു. ഹൃദയാരോഗ്യത്തിന് ഉത്തമം. രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിലുണ്ടാകുന്ന തകരാറുകൾ പരിഹരിക്കാൻ കുർക്കുമിൻ സഹായിക്കുന്നു. ഇത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഹൃദയാഘാതം പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനും ഗുണകരമാണ്. മഞ്ഞളിലെ കുർക്കുമിനെ ശരീരം വേഗത്തിൽ ആഗിരണം ചെയ്യാൻ കുരുമുളകിലെ പൈപ്പറിൻ സഹായിക്കും. ഇതിലൂടെ കുർക്കുമിൻ്റെ ഗുണം 2000 മടങ്ങ് വർദ്ധിക്കുന്നു. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കുറച്ച് മഞ്ഞളും കുരുമുളകും ചേർത്ത പാൽ കുടിക്കുന്നത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. പ്രകൃതിദത്തമായ രീതിയിൽ വീക്കം നിയന്ത്രിക്കാനും ഓക്സിഡേറ്റീവ് നാശത്തിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കാനും മഞ്ഞളിന് സമാനമായ മറ്റൊരു ഔഷധമില്ല. ശരിയായ രീതിയിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ മഞ്ഞൾ നമ്മളുടെ കോശങ്ങളുടെ ആരോഗ്യം കാത്തുസൂക്ഷിക്കും. അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ഈ മഞ്ഞൾ. അപ്പോൾ സ്ഥലമുള്ളവർ മഞ്ഞൾ കൃഷി ചെയ്യണം. അപ്പോൾ നമ്മൾ കൊടുത്താലും നല്ല വില കിട്ടും. അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.